ഹായ് എവറി വൺ. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് അല്ലെങ്കിൽ WLLN എന്ന് പറയും. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ലെറ്റ് x1 x2 എക്സെട്ര xn ബി എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ആൻഡ് mu I is equal to expectation of xi. I varies from 1 to etc. up to n. That is, we have some random variables x1, x2, etc. xn. n random variables are there, and expectation of each random variable is equal to mu I. That is, expectation of x1 is mu1, expectation of x2 is mu2, expectation of xn is mu n. ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. mu I is equal to expectation of xi. Let Sn is equal to, നമ്മൾ പുതിയൊരു റാൻഡം വേരിയബിൾ ഡിനോട്ട് ചെയ്യുകയാണ്. Sn is equal to x1 plus x2 plus etc. plus xn or the sum of these sequence of random variables. ഈ നമ്മൾ എടുത്തിരിക്കുന്ന റാൻഡം വേരിയബിൾസിൻ്റെ സമ്മിനെയാണ് നമ്മൾ Sn എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ Mn is the sum of the means mu1, mu2, etc. mun, and Bn is the sum of the variances v of x1 plus x2 plus etc. plus xn, which is finite, which is less than infinite. അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് നമ്പറാണ്. വേരിയൻസ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് നമ്പറാണ്. ഇൻഫിനിറ്റിയെക്കാട്ടിലും ചെറുതാണെന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും നമ്മുടെ വേരിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ദാറ്റ് Sn by n minus Mn by n greater than or equal to epsilon tends to 0 as n tends to 0. So നോക്കിക്കേ, വാട്ട് ഇസ് Sn? Sn is the sum of these random variables. ഒരു നമ്മൾ വെറുതെ കുറച്ച് നമ്പേഴ്സാണ് x1, x2, etc. xn എന്ന് പറയുന്ന കുറച്ച് നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. സോ ഈ നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ടെന്ന് ഡിവൈഡ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്നത് അതിൻ്റെ മീനാണ്. സോ എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. ഇതെന്ന് പറയുന്ന ഈ റാൻഡം വേരിയബിൾസിൻ്റെ മീൻ എന്നുള്ളൊരു രീതിയിലാണ് ഇരിക്കുന്നത്. പുതിയ റാൻഡം വേരിയബിൾ നമ്മൾ എടുക്കുന്നത് സം ഓഫ് ദീസ് റാൻഡം വേരിയബിൾസ് ബൈ n, Sn by n. സോ അത് എന്താണ്, സാമ്പിൾ മീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സാമ്പിൾ മീൻ മൈനസ് ദിസ് വിൽ ബി ദ മീൻ ഓഫ് ദീസ് നമ്പേഴ്സ്. mu1 plus mu2 plus etc. plus mu1 by n. അപ്പോൾ ഇതിൻ്റെ മീനാണ്, അല്ലെങ്കിൽ mu1, mu2, etc. പോപ്പുലേഷൻ മീനുകളുടെ ആവറേജ്. അതാണ് ശരിക്കും Mn by n എന്ന് പറയുന്നത്. അപ്പം സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് എന്താണ് മനസ്സിലാക്കാം. സോ സാമ്പിൾ മീൻ മൈനസ് പോപ്പുലേഷൻ മീനസ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ. ഡിഫറൻസ് ബിറ്റ്വീൻ മോഡുലസ് ആണ് എടുത്തിരിക്കുന്നത്. സോ ദ പോസിറ്റീവ് ഡിഫറൻസ് ബിറ്റ്വീൻ, വ്യത്യാസം, ഇവർ തമ്മിലുള്ള വ്യത്യാസം. നെഗറ്റീവ് സൈൻസ് നമ്മൾ എടുക്കത്തില്ല. എത്രത്തോളം വ്യത്യാസം, കൂടുതലോ കുറവോ എന്നുള്ളത് മാത്രം. എത്രത്തോളം വ്യത്യാസം ഇവർ തമ്മിലുണ്ട്, പോപ്പുലേഷൻ മീനും സാമ്പിൾ മീനും തമ്മിലുള്ള വ്യത്യാസം എപ്സിലൺ എന്ന് പറയുന്ന ഒരു ചെറിയ നമ്പറിനെക്കാട്ടിലും കൂടുതലാകാൻ, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എപ്സിലൺ. ഈ ഡിഫറൻസ് എപ്സിലൺ എന്ന് പറയുന്ന ഒരു ചെറിയ നമ്പറിനെക്കാട്ടിലും കൂടുതലാവാനുള്ള പ്രോബബിലിറ്റി വളരെ ചെറുതാണ്. ടെൻസ് ടു 0. പ്രോബബിലിറ്റി 0യോട് അടുത്തോണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ ചെറുത്. മാക്സിമം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1നോട് അടുത്ത നമ്പറാണ്. സോ മിനിമം പ്രോബബിലിറ്റി എന്ന് പറയുന്നതാണ് 0യോട് അടുത്ത നമ്പർ. n വലുതാകുമ്പോൾ, ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, n ഇൻഫിനിറ്റിയോട് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സാമ്പിളിൻ്റെ സൈസ് ഒത്തിരി കൂടുമ്പോൾ പോപ്പുലേഷൻ മീനും സാമ്പിൾ മീനും തമ്മിലുള്ള അകലം കുറയുമെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ശരിക്കും ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു മീനിങ്. സോ ദ പ്രോബബിലിറ്റി ദാറ്റ് difference between the population mean and sample mean greater than epsilon or larger than epsilon is very very small, or it tends to 0. സാമ്പിൾ മീനും n വലുതാവുമ്പോൾ സാമ്പിൾ മീനും പോപ്പുലേഷനും തമ്മിലുള്ള വ്യത്യാസം ഒരു എപ്സിലൺ എന്ന് പറയുന്ന ഒരു ചെറിയ നമ്പറിനെക്കാട്ടിലും കൂടുതലാകാൻ, വലിയ നമ്പർ ആകാൻ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി കൂടാനുള്ള സാധ്യത ടെൻസ് ടു 0 ആണെന്നാണ് പറയുന്നത്. പ്രൊവൈഡഡ്, ഒരു കണ്ടീഷനും കൂടെ പറയുന്നുണ്ട്, Bn by n square tends to 0 for any epsilon greater than 0. സോ എന്താണ്, വേരിയൻസ് ബൈ n സ്ക്വയർ, Bn by v of x1 plus x2 plus etc. plus xn എന്ന് പറയുന്നതാണ് Bn by n square tends to 0. ഈ ഒരു കണ്ടീഷനും കൂടെ അപ്ലൈ ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ പറഞ്ഞ കണ്ടീഷൻ കിട്ടുള്ളൂ. സോ ദിസ് ഈസ് ദ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം. പ്രൂഫ്.
സോ ഫസ്റ്റ് നമ്മൾ ഷെബിഷെഫ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഷെബിഷെഫ്സ് ഇൻഇക്വാളിറ്റി പറയുന്ന പ്രോബബിലിറ്റി എക്സ് മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ കെ, രണ്ടെണ്ണം ഉണ്ട്. അതിൽ നമ്മൾ ഇതാണ് ഗ്രേറ്റർ ദാൻ കെ സിഗ്മ വരുന്ന കേസാണ് നമ്മൾ എടുക്കുന്നത്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ കെ സിഗ്മ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/k² എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളിവിടുത്തെ എക്സ് ആയിട്ട് എടുക്കാൻ പോകുന്നത് ഈ SN/n ആണ്. SN/n ആണ്. ആൻഡ് മ്യൂ നമുക്കറിയാം, മ്യൂ എന്ന് പറയുന്നത് മീനുകളുടെ അല്ലെങ്കിൽ പോപ്പുലേഷൻ മീൻ, ദാറ്റ് ഇസ് MN/n ആയിരിക്കും. അത് നമുക്ക് കണ്ടുപിടിക്കാം, അത് അങ്ങനെയാണോ കിട്ടുന്നതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. സിഗ്മ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇതിൻ്റെ വേരിയൻസ് ആയിട്ട് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ SN/nൻ്റെ എക്സ്പെക്റ്റേഷൻ ഒന്ന് കണ്ടുപിടിച്ചു. നമുക്ക് SN/n ആണ് നമ്മളിവിടുത്തെ റാൻഡം വേരിയബിളായിട്ട് എടുക്കുന്നത്. മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് SN ആണോ ഇതെന്നൊന്നും നമുക്കറിയാം. ആദ്യം നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് SN/n കണ്ടുപിടിച്ച് നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് വാട്ട് ഇസ് SN x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് XN/n. Also we know that the probable properties of expectation നമ്മൾ പഠിച്ചിട്ടുണ്ട്. Expectation of AX plus B can be written as A into expectation of X plus B plus expectation of B എന്ന് നമുക്ക് എഴുതാൻ പറ്റും നമുക്കറിയാം. സോ ഇവിടെ അതുപോലെ 1/n is a constant that can be taken outside and expectation of x1 plus expectation of x2 plus etc plus expectation of xn which is equal to 1/n. Expectation of x1 is mu1 നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. Expectation of x2 is mu2 plus etc plus expectation of xn is mu_n. And mu1 plus mu2 plus etc plus mu_n is mn. So this can be written as mn/n. So this is actually the expectation of SN/n. mn/n എന്ന് പറയുന്നത് SN/nൻ്റെ എക്സ്പെക്റ്റേഷൻ ആണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് വേരിയൻസും കൂടെ വേണം, എക്സ്പെക്റ്റേഷനും വേണം, വേരിയൻസും വേണം. ഇത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ, ഇത് എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ, ഇത് എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് വേണം. അപ്പോൾ ആദ്യം നമുക്ക് വേരിയൻസ് ഓഫ് SN കണ്ടുപിടിക്കാം. വേരിയൻസ് ഓഫ് SN/n എന്താണെന്ന് ആദ്യം നോക്കാവേ. വേരിയൻസ് ഓഫ് SN/n ഇസ് ഈക്വൽ ടു, നമുക്കറിയാം വേരിയൻസിൻ്റെ അകത്തുനിന്ന് ഒരു കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുമ്പോൾ അത് പുറത്തേക്ക് വരുന്നത് സ്ക്വയർ ആയിട്ടായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോപ്പർട്ടീസ് ഓഫ് വേരിയൻസസ് പഠിച്ചപ്പം വേരിയൻസ് ഓഫ് AX എന്ന് പറയുന്നത് A² വേരിയൻസ് ഓഫ് X ആണ്. സോ 1/n². വേരിയൻസ് ഓഫ് SN എന്ന് പറയുന്നത് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് XN ആണ്. ആൻഡ് വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് XN is actually bn/n². So bn/n² is actually the variance of SN/n. അപ്പം ഇപ്പം ഇനി ശരിക്കും പറഞ്ഞാൽ ഈ പ്രൂഫ് പഠിക്കുമ്പോഴാണ് സ്റ്റേറ്റ്മെൻറ്റിന് കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നത്. MN ആരാണ്, MN/n ആരാണ്, വേരിയൻസ് ഓഫ് SN/n അല്ലെങ്കിൽ bn/n² എവിടെ നിന്ന് വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിപ്പോഴായിരിക്കും ക്ലിയർ ആകും. ഇനി നമുക്കിത് ഷെബിഷെഫ്സ് ഇൻഇക്വാളിറ്റിയിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ബൈ ഷെബിഷെഫ്സ് ഇൻഇക്വാളിറ്റി നമുക്കറിയാവുന്ന കാര്യം പ്രോബബിലിറ്റി മോഡ് എക്സ് മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ കെ സിഗ്മ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/k². സോ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. പ്രോബബിലിറ്റി മോഡ് എക്സിന് പകരം SN/n മൈനസ് മ്യൂ ഈസ് ആക്ച്വലി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് SN/n. എക്സ്പെക്റ്റേഷൻ ഓഫ് SN/n വേണമെങ്കിൽ ഒരു പ്രാവശ്യം അങ്ങനെ എഴുതുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് SN/n ഗ്രേറ്റർ ദാൻ K ഇൻറ്റു സിഗ്മ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് SN/n. കാരണം വേരിയൻസിൻ്റെ സിഗ്മ സ്ക്വയർ ആണ് വേരിയൻസ്, അതായത് എക്സിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്, ഇതെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് SN/n ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/k² എന്ന് വരും. സോ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന രീതിയിൽ SN/n മൈനസ് ദിസ് ഇസ് MN/n
greater than k into root of variance of Sn. Variance of Sn by n നമ്മളവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. bn by n സ്ക്വയർ എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കാം. അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് bn ബൈ എൻ സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ n എന്ന് വരും. അതുകൊണ്ട് നമ്മൾ റൂട്ട് മുകളിലേക്ക് മാത്രം ആക്കി കൊടുക്കും. റൂട്ട് bn ബൈ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ k സ്ക്വയർ. നമുക്ക് നമുക്കറിയാം നമ്മുടെ ഈ പറഞ്ഞ പ്രൂഫിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എപ്സിലൺ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. നോട്ട് റൂട്ട് bn ബൈ n എന്ന് പറയുന്ന ടേം ഇല്ല. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് എപ്സിലൺ കൊണ്ടുവരാനായിട്ട് നമ്മൾ പുട്ടിങ് കെ റൂട്ട് ഇവിടെയാണ് നമുക്ക് ആക്ച്വലി എപ്സിലൺ വരേണ്ടത്. സോ അത് തന്നെയാണ് നമ്മൾ എപ്സിലൺ ആയിട്ട് പുട്ട് ചെയ്യും. ഈക്വൽ ടു റൂട്ട് മുകളിൽ മാത്രമേ ഉള്ളൂ. റൂട്ട് bn ബൈ n ഇസ് ഈക്വൽ ടു എപ്സിലൺ. സോ വാട്ട് വിൽ ബി 1 ബൈ കെ സ്ക്വയർ. 1 ബൈ കെ സ്ക്വയർ എന്ന് പറയുമ്പോൾ കെ ആദ്യം ഇപ്പുറത്ത് വരണം. കെ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും എപ്സിലൺ ഇപ്പുറത്തേക്ക് വരും. റൂട്ട് bn ബൈ n എപ്സിലൺ എന്ന് പറഞ്ഞ് 1 ബൈ കെ എന്ന് പറയുന്നത് റൂട്ട് bn ബൈ n എപ്സിലൺ എന്ന് വരും. സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും 1 ബൈ കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു bn. റൂട്ട് ഓഫ് bnൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? സോ 1 ബൈ കെ സ്ക്വയർ വിൽ ബി bn ബൈ n സ്ക്വയർ എപ്സിലൺ സ്ക്വയർ. റൂട്ട് ഓഫ് bnൻ്റെ സ്ക്വയർ bn, ദെൻ താഴെയുള്ളതിൻ്റെ സ്ക്വയർ n സ്ക്വയർ എപ്സിലൺ സ്ക്വയർ. സോ ഇതിനെ മൊത്തത്തിൽ നമുക്ക് എന്താ എഴുതാം? പ്രോബബിലിറ്റി മോഡ് Sn by n minus mn by n greater than k root ഇതിനെയാണ് നമ്മൾ എന്തെന്ന് എഴുതിയത്? എപ്സിലൺ. സോ that can be replaced. k root bn by n can be written as epsilon less than or equal to 1 by k square can be written as bn by n square epsilon square. സോ നമ്മൾ എന്ത് ചെയ്തു? ഷെബിഷെഫ്സ് ഇൻഇക്വാളിറ്റി അനുസരിച്ച് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. അതിനകത്ത് നിന്ന് നമ്മുടെ എപ്സിലൺ വരേണ്ട ഭാഗത്തുള്ള ആളെ നമ്മൾ എപ്സിലൺ തന്നെ പുട്ട് ചെയ്തു. ആൻഡ് അതിൽ നിന്ന് നമ്മൾ 1 ബൈ കെ സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. bn ബൈ n സ്ക്വയർ എപ്സിലൺ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് സൈഡിൽ വന്നു. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി bn ബൈ n സ്ക്വയർ ടെൻസ് ടു 0 നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. bn ബൈ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഇഫ് bn ബൈ n സ്ക്വയർ ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ദെൻ bn ബൈ n സ്ക്വയർ എപ്സിലൺ സ്ക്വയർ ഓൾസോ ടെൻസ് ടു 0 അങ്ങനെ എഴുതാം. ഇഫ് bn ബൈ n സ്ക്വയർ ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, bn ബൈ n സ്ക്വയർ 0 ആകുമെങ്കിൽ, n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ bn ബൈ n സ്ക്വയർ 0 ആകുമെങ്കിൽ ഡെഫിനറ്റ്ലി bn ബൈ n സ്ക്വയർ എപ്സിലൺ സ്ക്വയർ ഓൾസോ ടെൻസ് ടു 0. അപ്പോൾ എങ്ങനെ എഴുതാം? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ അല്ലെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ പ്രോബബിലിറ്റി മോഡ് Sn ബൈ n മൈനസ് mn ബൈ n ഗ്രേറ്റർ ദാൻ എപ്സിലൺ ലെസ് ദാൻ 0 എന്നുള്ളത് ടെൻസ് ടു ലെസ് ദാൻ 0 എന്നാണ് ഇവിടെ വരാൻ പോകുന്നത്. സോ ദാറ്റ് ഇസ് ടെൻസ് ടു 0, അല്ലെങ്കിൽ 0യോട് അടുക്കി ഈ നമ്പർ 0യോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. സോ പ്രൂഫ് വളരെ ഈസിയാണ്. ആദ്യം നമ്മൾ ആകെ എന്ത് ചെയ്തുള്ളൂ? Sn ബൈ n എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റേഷനും വേരിയൻസും കണ്ടുപിടിച്ചു. ദെൻ അവരെ ഷെബിഷെഫ്സ് ഇൻഇക്വാളിറ്റിയിൽ അപ്ലൈ ചെയ്തു. എപ്സിലൺ എന്ന് പുട്ട് ചെയ്തു. 1 ബൈ കെ സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കണ്ടീഷൻ അപ്ലൈ ചെയ്തു. bn ബൈ n സ്ക്വയർ ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇത് ശരിയാണെങ്കിൽ മാത്രമേ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ എന്താണ് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുമോ ചെയ്യത്തില്ലയോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നമ്മൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്നാണ് വെരിഫൈ ചെയ്യുന്നത്. bn ബൈ n സ്ക്വയർ ടെൻസ് ടു 0 ആണോ, n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ bn ബൈ n സ്ക്വയർ ടെൻസ് ടു 0 ആണോ, ദെൻ ഡെഫിനറ്റ്ലി ദിസ് വിൽ ടെൻസ് ടു 0 ആൻഡ് ദ പ്രോബബിലിറ്റി ഹോൾഡ്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നോക്കേണ്ടത് ഹോൾഡ് ചെയ്യുമോ എന്നുള്ളത് നോക്കേണ്ടത് bn ബൈ n സ്ക്വയർ ടെൻസ് ടു 0 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. സോ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം നോക്കാം. നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. ഇഫ് x1 x2 etc xn is a sequence of independent random variables with the same distribution with mean mu and variance sigma square, then for any epsilon greater than 0 show that
limit n tends to infinity, probability x1 plus x2 plus etc plus xn by n minus mu greater than or equal to epsilon is equal to 0. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ എടുത്തതിൽ മീൻ മ്യൂ ഈക്വൽ ആയിരുന്നില്ല, μ1 μ2 μ3 എന്നുള്ളതായിരുന്നു. അതുപോലെ വേരിയൻസും ഈക്വൽ ആയിരുന്നില്ല, വേരിയൻസ് ഓഫ് x1 വേരിയൻസ് ഓഫ് x2 അങ്ങനെയുള്ള കേസായിരുന്നു. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ദേ ഹാവ് ദ സെയിം ഡിസ്ട്രിബ്യൂഷൻ വിത്ത് സെയിം മീൻ ആൻഡ് സെയിം വേരിയൻസ്. അങ്ങനെയാണെങ്കിൽ ഇത് ലിമിറ്റ് ആസ് n tends to infinity. As n tends to infinity, what can we say about this sum of Sn by n? അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് Sn by n തന്നെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടുത്തെ Sn അവർ തന്നിട്ടില്ല, Sn ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ടില്ല. സോ വി ഷുഡ് എന്താണ് ഡിഫൈൻ ദാറ്റ് ലെറ്റ് Sn is equal to x1 plus x2 plus etc plus xn or the sum of the random variables. തന്നിരിക്കുന്ന റാൻഡം വേരിയബിൾസിൻ്റെ സമ്മാണ് Sn എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നു. ദെൻ വാട്ട് വിൽ ബി mn is equal to നമുക്കറിയാം μ1 പ്ലസ് μ2 പ്ലസ് എക്സെട്ര പ്ലസ് μn. ഇവിടുത്തെ കേസിൽ μ1 is mu, സെക്കൻഡ് കേസിൽ μ2 is also mu plus etc plus μn is also mu. So which is equal to n mu, n times mu എന്ന് വരും. n ടൈംസ് ആണ് നമ്മൾ mu ആഡ് ചെയ്യുന്നത്. സെയിം ഡിസ്ട്രിബ്യൂഷൻ വിത്ത് സെയിം മീൻ എന്നുള്ളത് തന്നിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ്. സോ വാട്ട് വിൽ ബി mn by n? നമുക്കിത് നമ്മുടെ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൽ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതാണ്. സോ വാട്ട് വിൽ ബി mn by n? mn by n will be n mu by n. So n and n get cancelled and mu. mn by n is actually mu. And also it is given that xi's are independent. ഇൻഡിപെൻഡൻറ്റ് എക്സൈസ് ആണെങ്കിൽ bn എന്ന് പറയുന്നത് നമുക്കറിയാം വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് അങ്ങനെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഫോർ ഇഫ് xi's are independent random variables, this can be written as variance of x1 plus variance of x2 plus etc plus variance of xn, which is equal to sigma square plus etc plus sigma square. സെയിം വേരിയൻസസ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. വേരിയൻസ് ഓഫ് x1 എന്ന് പറയുന്നത് സിഗ്മ, എല്ലാ സെയിം വേരിയൻസസ് ആണ് തന്നിട്ടുണ്ട്. സോ സിഗ്മ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് sigma square which is equal to n sigma square which is finite, which is less than infinity or which is finite എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. Then what will be bn by n square? bn by n square will be n sigma square by n square. ഒരു n square ഒരു n ക്യാൻസൽ ചെയ്ത് പോയിട്ട് sigma square by n എന്ന് വരും. bn by n square is sigma square by n. നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ലിമിറ്റ് n tends to infinity, bn by n square 0 ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, which is equal to ലിമിറ്റ് n tends to infinity sigma square by n. നമുക്കറിയാം ലിമിറ്റ് n tends to infinity 1 by n is 0, so sigma square n is 0. As sigma is a finite number, നമുക്കറിയാവുന്ന കാര്യമാണ്, variance is finite. Therefore bn by n square tends to 0 as n tends to infinity. So the conditions for WLLN, weak law of large numbers, satisfied. അപ്പോൾ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് എല്ലാം തന്നെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ഈ പറഞ്ഞ പോലെ bn by n square 0 ആകും എന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ കണ്ടീഷൻസ് ഓഫ് WLLN സാറ്റിസ്ഫൈഡ്, ഹെൻസ് therefore limit n tends to infinity, probability mod Sn by n minus mn by n greater than epsilon tends to 0 എന്നാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഇവിടുത്തെ കേസിലോ ദിസ് ഇസ് ലിമിറ്റ് n tends to infinity, പ്രോബബിലിറ്റി മോഡ് Sn by n നമ്മൾ അവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് പോലെ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn by n എന്ന് എഴുതുന്നു. mn by n is mu നമ്മളവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതിനെ അതുപോലെ അപ്ലൈ ചെയ്യുന്നു. ഇസ് ഗ്രേറ്റർ ദാൻ എപ്സിലൺ tends to 0.
ഓർ ഈക്വൽ ടു സീറോ. ആക്ച്വലി ടെൻസ് ടു സീറോ ആണ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്. ഇവിടെ നമുക്കത് എന്താണ് ഈക്വൽ ടു സീറോ എന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. സോ അങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പിലുള്ളൊരു പ്രോബ്ലം കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അടുത്ത് നോക്കാം. നമ്മുടെ അടുത്ത പ്രോബ്ലം ഇതാണ്. ഇഫ് എക്സ് ഐ ഈസ് എ റാൻഡം വേരിയബിൾ വിച്ച് അസ്യൂംസ് വാല്യൂസ് ഐ ആൻഡ് മൈനസ് ഐ വിത്ത് ഈക്വൽ പ്രോബബിലിറ്റീസ് ഷോ ദാറ്റ് ദ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് കനോട്ട് ബി. ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്ന് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് കനോട്ട് ബി അപ്ലൈഡ് ടു x1 x2 എക്സെട്ര xn. അതായത് WLLN ഹോൾഡ് ചെയ്യില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ പ്രോബ്ലത്തിൽ. അപ്പോൾ ഇവിടുത്തെ xi എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഐ ആൻഡ് മൈനസ് ഐ ആണ് വാല്യൂ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ x1 എന്ന് പറയുന്ന വിത്ത് ഈക്വൽ പ്രോബബിലിറ്റീസ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ x1 എടുക്കുകയാണെങ്കിൽ 1 ആൻഡ് -1 ആണ് x1ൻ്റെ വാല്യൂസ്. x1 എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിളാണ്. ആ റാൻഡം വേരിയബിളിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് 1ഉം -1ഉം ആയിരിക്കും വിത്ത് ഈക്വൽ പ്രോബബിലിറ്റീസ്. ഈക്വൽ പ്രോബബിലിറ്റീസ് എന്ന് പറയുമ്പോൾ 1/2 1/2 ഈച്ച്. 1നും 1/2 ആണ്, -1നും 1/2 ആണ്. അതുപോലെ x2 എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ, സെക്കൻഡ് റാൻഡം വേരിയബിൾ ക്യാൻ ടേക്ക് ദ വാല്യൂ 2 and -2. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റീസും 1/2 1/2 ഈച്ച്. അതായത് 2ന് 1/2 -2ന് 1. x3 എടുക്കുകയാണെങ്കിൽ 3 -3. ആ ഒരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. xi ഈസ് എ റാൻഡം വേരിയബിൾ വിച്ച് അസ്യൂംസ് വാല്യൂസ് ഐ ആൻഡ് -i വിത്ത് ഈക്വൽ പ്രോബബിലിറ്റീസ്. ആൻഡ് വി ഹാവ് ടു ഷോ ദാറ്റ് WLLN does not hold for this particular random variables അല്ലെങ്കിൽ sequence of random variables x1 x2 etc xn. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം. പ്രോബബിലിറ്റി xi ഈക്വൽ ടു ഐ വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി xi ഈക്വൽ ടു -i. അതായത് പ്രോബബിലിറ്റി xi ഐ ആകുന്നതും പ്രോബബിലിറ്റി -i ആകുന്നതും എന്ത് തന്നെയാണ് 1/2 ഈക്വൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നുണ്ട്. ആകെ ഒരു റാൻഡം വേരിയബിളിന് രണ്ട് വാല്യൂസ് എടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് ഐയും ഒന്ന് -iയും. അതിപ്പോൾ x1 ആണെങ്കിൽ 1 -1ഉം 2 ആണെങ്കിൽ 2 -2 അങ്ങനെയാണ് എടുക്കാൻ പറ്റുക. അപ്പോൾ രണ്ടിൻ്റെയും പ്രോബബിലിറ്റി സെയിം ആണെങ്കിൽ 1/2 ഈച്ച് എന്ന് നമുക്ക് എടുക്കാം. Therefore, what can we say about expectation of xi? So what will be the expectation of that particular xi? നമുക്കറിയാം എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുന്നത് സിഗ്മ എക്സ് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെയാണെങ്കിലോ എക്സ്ഐക്ക് എടുക്കാൻ പറ്റുന്ന ആദ്യത്തെ വാല്യൂ ഐ ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി 1/2 പ്ലസ് രണ്ടാമത് എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ -i ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി 1/2. ദാറ്റ് ഈസ് i/2 -i/2 വിച്ച് ഇസ് ഈക്വൽ ടു 0. അതിപ്പോൾ 1 ആണ് വരുന്നതെങ്കിൽ 1 × 1/2 പ്ലസ് -1 × 1/2 ദാറ്റ് ഈസ് 1/2 -1/2. 2 ആണ് വരുന്നതെങ്കിൽ 2 × 1/2 -2 × 1/2. അപ്പം 2/2 1 minus 2/2 again -1. So 1 - 1 0. So whatever the value of I, this expectation of xi is 0. Then what is variance of xi? Variance of xi നമുക്കറിയാം expectation of x square minus expectation of x the whole square എന്നാണ്. അപ്പം expectation of xi square minus expectation of xi the whole square അങ്ങനെ. ഇതെന്ന് പറയുന്നത് 0 ആണ്. നമ്മളിപ്പോൾ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടേം ഇല്ല. നമുക്ക് പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? എക്സ്പെക്റ്റേഷൻ ഓഫ് xi സ്ക്വയർ മാത്രമേ ഉള്ളൂ. എക്സ്പെക്റ്റേഷൻ ഓഫ് xi സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം xi ഓരോ വാല്യൂസ് ഐ സ്ക്വയർ ഇൻറ്റു അതിപ്പം 1 2 3 4 5 6 ആണ് xiക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ എങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് x സ്ക്വയർ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? 1 സ്ക്വയർ ഇൻറ്റു 1/6 2 സ്ക്വയർ ഇൻറ്റു 1/6 ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിടും. അത് xiക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസിൻ്റെ എല്ലാം സ്ക്വയേഴ്സ് ഇൻറ്റു 1 ടോട്ടൽ നമ്പർ അല്ലെങ്കിൽ 1/n എന്നോ അല്ലെങ്കിൽ പ്രോബബിലിറ്റി അങ്ങനെ പറയും. അപ്പോൾ ഇവിടെ ഐ സ്ക്വയർ ആണ് ആദ്യം എടുക്കാൻ പറ്റുന്ന വാല്യൂ, ഐ ആണ് ആദ്യം എടുക്കാൻ പറ്റുന്ന വാല്യൂ. അപ്പോൾ ഐ സ്ക്വയർ ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി 1/2 പ്ലസ് -iയുടെ സ്ക്വയർ ദാറ്റ് ഇസ് അഗെയിൻ ഐ സ്ക്വയർ പോസിറ്റീവ് ഐ സ്ക്വയർ ഇൻറ്റു 1/2. അപ്പോൾ ഐ സ്ക്വയർ പ്ലസ് i²/2 പ്ലസ് i²/2 എന്ന് പറയും. അല്ലെങ്കിൽ 2i²/2 ഓർ i² എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഐ സ്ക്വയർ. അപ്പോൾ ഐയുടെ സ്ക്വയറാണ് വേരിയൻസ് ഓഫ് xi ആയിട്ട് കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ശരിക്കും WLLN ഹോൾഡ് ചെയ്യുമെങ്കിൽ bn/n² ടെൻസ് ടു 0 എന്ന് പ്രൂവ് ചെയ്യാം. bn/n² 0 അല്ല എന്ന് കാണിച്ചാൽ WLLN നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. സോ നെക്സ്റ്റ് ഇസ് bn. വാട്ട് ഇസ് bn? bn is variance of x1 plus x2 plus etc plus xn
which is equal to variance of x1 plus variance of x2 plus etc. plus variance of xn, which is equal to വേരിയൻസ് ഓഫ് xi എന്ന് പറയുന്ന ഐ സ്ക്വയർ ആണ്. അപ്പോൾ വേരിയൻസ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ, വേരിയൻസ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ, വേരിയൻസ് ഓഫ് x3 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ. സോ ദിസ് ഈസ് ആക്ച്വലി വേരിയൻസ് ഓഫ് x1 is 1 സ്ക്വയർ പ്ലസ് വേരിയൻസ് ഓഫ് x2 is 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് വേരിയൻസ് ഓഫ് n is n സ്ക്വയർ. Variance of xn is n square. And we know that the sum of squares of first n natural numbers is n into n plus 1 into 2n plus 1 by 6. So this is our bn. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? bn by n square എന്താണെന്നുള്ളത് നോക്കണം. So our bn by n square is equal to n into n plus 1 into 2n plus 1 by 6 in n square. n square ഡിനോമിനേറ്ററിൽ കൊടുത്തു. ഇതിനകത്തുള്ള ഒരു എന്നും ന്യൂമറേറ്ററിലുള്ള എന്നോടി ക്യാൻസൽ ചെയ്ത് പോകും. ആൻഡ് ഓൾസോ മുകളിലത്തെ ടേംസിൽ നിന്ന് നമുക്ക് ഈ n പുറത്തെടുക്കുക. ഫസ്റ്റ് n പ്ലസ് 1ൽ നിന്ന് നമ്മളൊരു n പുറത്തെടുക്കുകയാണെങ്കിൽ n ഇൻറ്റു 1 പ്ലസ് 1 ബൈ n ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6n എന്ന് വരും. ഈ എന്നും ഈ എന്നോടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ n പുറത്തെടുത്താൽ n ഇൻറ്റു എന്നുള്ള വാല്യൂ ആയിരിക്കും വരുന്നത്. ഒരു ന്യൂമറേറ്ററിലൊരു n കിടപ്പുണ്ട്. ഈ n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇത് എന്താവത്തില്ല, ഇത് ഒരിക്കലും 0 ആവത്തില്ല. n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ ന്യൂമറേറ്ററിൽ കിടക്കുന്ന n അത് ഇത് കംപ്ലീറ്റ്ലി ഇൻഫിനിറ്റി എന്നായിരിക്കും പോകുന്നത്. bn by n square will be infinity. As n tends to infinity, limit n tends to infinity bn by n square is equal to infinity. കാരണം ന്യൂമറേറ്ററിൽ n ഉള്ളതുകൊണ്ട് ഡിനോമിനേറ്ററിൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു എന്നൂടെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റി, ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n ടെൻസ് ടു 0. സോ ദിസ് വിൽ ബിക്കം 1. ബട്ട് ഇവിടെയാണ് ഇപ്പോൾ പ്രശ്നം. ഇവിടുത്തെ എന്നൂടെ പുറത്തെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇവിടുത്തെ 1 by n വന്നിട്ട് ഇതും 0 ആയി പോയേനെ. പക്ഷേ ഇവിടെ ഒരു n ഉള്ളത് കൊണ്ട് ദിസ് വിൽ ബിക്കം ഇൻഫിനിറ്റി. ദിസ് ടേം വിൽ ബിക്കം ഇൻഫിനിറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടിയില്ല? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി bn by n സ്ക്വയർ 0 എന്ന് കിട്ടിയില്ല. Therefore WLLN cannot be applied to the sequence x1, x2, etc. xn. സോ നമുക്കിപ്പം WLN ഹോൾഡ് ചെയ്യുമോ ചെയ്യത്തില്ലയോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? bn by n സ്ക്വയർ ടെൻസ് ടു 0 ആണോ എന്ന് മാത്രം. bn by n സ്ക്വയർ ടെൻസ് ടു 0 ആകുമ്പോൾ മാത്രമേ bn by n സ്ക്വയർ എപ്സിലൺ സ്ക്വയർ 0 ആവുള്ളൂ. ദാറ്റ് ഇസ് അവർ 1 by k സ്ക്വയർ. ഷെബിഷെഫ്സ് ഇൻഇക്വാളിറ്റി നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിലെന്ത് ചെയ്യത്തില്ല? WLN ഹോൾഡ് ചെയ്യത്തില്ല. ഇതേപോലത്തെ മറ്റൊരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ അടുത്ത പ്രോബ്ലം ഇതാണ്. എക്സാമിൻ വെദർ ദ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ്സ് ഫോർ ദ സീക്വൻസ് xk ഓഫ് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ഡിഫൈൻഡ് ആസ് ഫോളോസ്. പ്രോബബിലിറ്റി xk is equal to plus or minus 2 raised to k തന്നിട്ട് പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ xkക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസും തന്നിട്ടുണ്ട്, എന്താണ് അതിൻ്റെ പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്. xk 0 ആകുന്ന സമയത്ത് അതിൻ്റെ പ്രോബബിലിറ്റി എന്താണെന്ന് തന്നിട്ടുണ്ട്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ x1 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ x1ന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 2 raised to 1ഉം മൈനസ് 2 raised to 1. അതായത് 2ഉം -2 ആണ് x1ന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ്. അതിൻ്റെ പ്രോബബിലിറ്റിയോ 2ൻ്റെ അതായത് രണ്ടുപേർക്കും ഒരേ പ്രോബബിലിറ്റി ആണുള്ളത്. 2 raised to minus of 2 into 1 plus 1, that is 2 plus 1 3. 2 raised to minus 3 or 1 by 2 cube. 1 by 2 cube എന്ന് പറഞ്ഞാൽ 1 by 8 ആണ് ഇവരുടെ രണ്ടുപേരുടെയും പ്രോബബിലിറ്റി. ഈ ഒരു രീതിയിലാണ് ഈ പ്രോബ്ലം തന്നിരിക്കുന്നത്. അപ്പോൾ x2 നമ്മൾ എടുക്കുകയാണെങ്കിൽ x2ന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് 2 സ്ക്വയറും -2 സ്ക്വയറും, ദാറ്റ് ഇസ് 4 and -4 ആണ് എടുക്കാൻ പറ്റുന്ന വാല്യൂസ്. വിത്ത് പ്രോബബിലിറ്റി എന്താ? 2 raised to minus of 2 into 2 4 plus 1 5, that is 2 raised to 1 by 2 raised to 5. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പോകുന്നത്. അതായത് നമ്മുടെ റാൻഡം വേരിയബിൾ നമുക്കിതൊന്നും അറിയണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ റാൻഡം വേരിയബിൾസിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്താണ്? അത് അതിൻ്റെ പ്രോബബിലിറ്റി. xk 0 ആകുന്ന സമയത്ത് 2 raised to minus 2k ആണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മറ്റേ നേരത്തെ നമ്മൾ ചെയ്ത പോലെ എക്സ്പെക്റ്റേഷനും വേരിയൻസും ഒക്കെ കണ്ടുപിടിച്ചിട്ട് bn by n സ്ക്വയർ ടെൻസ് ടു 0 ആണോ എന്ന് വെരിഫൈ ചെയ്യാം. bn by n സ്ക്വയർ ടെൻസ് ടു 0 ആണെങ്കിൽ WLN ഹോൾഡ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കാം?
ആദ്യം നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം എക്സ്പെക്റ്റേഷൻ ഓഫ് സംതിങ് കണ്ടുപിടിക്കാൻ സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2k. നമ്മൾ ഇപ്പോൾ എഴുതിയത് കണക്കിന് 3 വാല്യൂസാണ്. 3 വാല്യൂസ് എന്നല്ല, ഈ കെ വെച്ചിട്ട് നമ്മൾ പറയുന്ന 3 വാല്യൂസ് ആണ്. 2k -2k 0 ആണ് എക്സ് കെക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2k ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2 -2k + 1 ആണ്. പ്ലസ് -2kയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2 -2k + 1 ആണ്. പ്ലസ് 0 ഇൻറ്റു 2 -2k ആണ്. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് 0 ഇൻറ്റു ആയതുകൊണ്ട് ഈ നമ്പർ 0 ആയി പോവും. ഇവിടെയാണെങ്കിലോ 2k ഇൻറ്റു 2 -2k + 1 എന്ന് പറയുന്നത് സെയിം വാല്യൂ ആണ്. ഇവിടെ പ്ലസ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. സോ മൈനസ് പ്ലസ് 0 ആയി പോവും. ഇത് 0 ഇൻറ്റു ആയതുകൊണ്ട് അതും 0 ആയി പോവും. സോ ടോട്ടലി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കെ ഈസ് 0. നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് കെ കണ്ടുപിടിക്കണം. വേരിയൻസ് ഓഫ് എക്സ് കെ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് വേരിയൻസ് ഓഫ് എക്സ് കെ ഈസ് ഈക്വൽ ടു expectation of xk square minus expectation of xk the whole square. സോ ഇത് 0 ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഓരോന്നിൻ്റെ സ്ക്വയർ 2kയുടെ സ്ക്വയർ ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി. ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, കാരണം -2k + 1 എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ പ്ലസ് -2kയുടെ സ്ക്വയർ ഇൻറ്റു 2 -2k + 1. ദെൻ ലാസ്റ്റത്തത് 0 സ്ക്വയർ ഇൻറ്റു 2 -2k. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ആദ്യം ഈ ലാസ്റ്റത്തെ നമ്പർ 0 സ്ക്വയർ ഇൻറ്റു ആയതുകൊണ്ട് ഇതങ്ങ് 0 ആയി പോകും. അത് നമുക്കിനി നോക്കണ്ട. ഇവിടെ രണ്ട് പേരിൽ നമുക്ക് 2 -2k + 1 ഇസ് എ കോമൺ നമ്പർ ഓർ കോൺസ്റ്റൻറ്റ്. അത് പുറത്തെടുക്കാം. 2 -2k + 1 കോൺസ്റ്റൻറ്റ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഈ ടേമിൽ ഒരു 2 ഉണ്ട്. ഈ ടേമിൽ ഇതിൻ്റെ സ്ക്വയർ ആണ്, അപ്പോൾ അത് പോസിറ്റീവായിട്ട് മാറും. ദാറ്റ് ഈസ് ഓൾസോ 2 ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 എന്ന് വരും, അല്ലെങ്കിൽ 2 ടൈംസ് 2 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 2 -2k + 1 2 ഇൻറ്റു 2 ഓർ ഇതിനെ വീണ്ടും നമുക്ക് എങ്ങനെ എഴുതാം? 2 + 1 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 2 -2k + 1 2 + 1. So a raised to m into a raised to n is a raised to m plus n. So 2 -2k + 1 plus 2k + 1. So ഇത് രണ്ടോടെ ക്യാൻസൽ ചെയ്തു. 2 0. So 2 0. Any number raised to 0 is 1. So variance of xk is 1. അപ്പോൾ വേരിയൻസ് എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷനും വേരിയൻസും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? BN കണ്ടുപിടിക്കാം നമുക്ക്. സോ BN is equal to variance of x1 plus x2 plus etc. plus xn, which can be as x1, x2, etc. xn are all independent. We can write this as a variance of x1 plus variance of x2 plus etc. plus variance of xn, which is equal to ഇതെല്ലാം എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. സോ 1 plus etc. plus 1 or n ടൈംസ് ആണ് നമ്മൾ 1 എഴുതിയിരിക്കുന്നത്, which is equal to n. 1 plus 1 plus 1 plus n ടൈംസ്, which is equal to n. ഇതെന്തുകൊണ്ട് നമുക്ക് എക്സൈസ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മളിങ്ങനെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുള്ളത്. വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വൈ. ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് ദെൻ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വൈ കെൻ ബി റിട്ടൺ ആസ് വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ. സോ അങ്ങനെയാണ് നമ്മളിപ്പം BN എന്ന് പറയുന്നത് n എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ വാട്ട് ഈസ് BN/n²? BN/n² is equal to n/n². ഓർ ഒരു n ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1/n എന്ന് വരും. അപ്പോൾ തന്നെ നമുക്കറിയാം ആസ് n tends to infinity 1/n tends to 0 or BN/n² tends to 0. സോ അപ്പം നമുക്ക് ഉടനെ എന്ത് എഴുതാം? ലിമിറ്റ് ആസ് n tends to infinity BN/n² is equal to limit n tends to infinity 1/n, which is equal to 0, or limit as n tends to infinity BN/n² is 0. Therefore WLLN holds for the sequence xk.
ദിസ് ഫോർ ദ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് WLLN ഹോൾസ്. അപ്പോൾ ഇങ്ങനെയാണ് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൻ്റെ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. അപ്പോൾ അതോടാകുമ്പോഴത്തേക്ക് നമ്മുടെ ആ സെക്ഷൻ കംപ്ലീറ്റ് ആയി. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. താങ്ക് യു.